നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ടുള്ള കേരള CM എന്ന വീഡിയോ ഗാനം. പിണറായിയുടെ ചെറുപ്പകാലം മുതൽ കൗമാരകാലം വരെ ഇതിനകത്ത് ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഏകദേശം 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ്. ഇതിനെ വിമർശിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഒക്കെ നിരവധി പേർ കമൻറ്റ് ചെയ്യുന്നുമുണ്ട്. നേരത്തെ നമുക്കറിയാം 2022 തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പിണറായിയെ പുകഴ്ത്തിക്കൊണ്ട് പിണറായി വിജയനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു മെഗാ തിരുവാതിര, ആ തിരുവാതിരയിലെ ഗാനത്തിൻ്റെ വരികളൊക്കെ വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കുമൊക്കെ ഇടയാക്കിയ സാഹചര്യവും നമുക്കറിയാവുന്നതാണ്. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പിണറായി വീണ്ടും പുകഴ്ത്തിക്കൊണ്ടൊരു വീഡിയോ ഗാനം ഇറങ്ങുന്നത്. സർക്കാരിനെതിരെ ഉയർന്ന സ്വർണ്ണക്കടത്ത് കേസ് വിവാദം ഉൾപ്പെടെ ഇതൊക്കെ വളരെ ആസൂത്രിതമാണ് എന്നുള്ള തരത്തിലുള്ള രംഗങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് വീഡിയോയുടെ ആദ്യ ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. കേരള CM ഗാനത്തിൻ്റെ വരികൾ ശ്രദ്ധിച്ചു നോക്കണം. അതിനകത്ത് ചില വരികൾ, ഞാൻ എല്ലാ വരികളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തമാശയായി തോന്നും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിണറായി വിജയൻ നാടിൻ്റെ അജയൻ, നാട്ടാർക്കെല്ലാം സുപരിചിതൻ, തീയിൽ കുരുത്തൊരു കുതിരയെ, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ, കൂടാതെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, മലയാള നാടിൻ മന്നനെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം. കാരണം ഇതിനകത്ത് പറയുന്നതിൽ ചിലതൊക്കെ ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം. കഴുകൻ്റെ മനസ്സുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്, കേട്ടുകേൾവി എന്ന് പറയപ്പെടുന്നത്, ഊരിപ്പിടിച്ച വാളിൻ്റെ നടുവിലൂടെ നടന്നുപോയ പിണറായി വിജയനെക്കുറിച്ച് സ്വയം പുകഴ്ത്തുന്ന കമൻറ്റുകൾ പറഞ്ഞ പിണറായി വിജയനെയാണ്. ആ പിണറായി വിജയനെ പുകഴ്ത്തുന്നതിന് വേണ്ടി പലപ്പോഴും നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പാടെ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയും 2022 മുതൽ നമ്മൾ കണ്ടു. ആ മെഗാ തിരുവാതിരയുടെ ക്ഷീണം ഇന്നുവരെയും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഈ പിണറായി വിജയനെ സ്തുതിക്കുന്ന പല വരികളും ജനങ്ങൾ തമാശയായി ട്രോളുകളാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വലിയ പേരിൽ ഒരു വലിയ സംഭവമായിട്ട് ഇദ്ദേഹത്തെ ചിത്രീകരിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. മനസ്സിടാ തങ്കം, മാസിടാ പുള്ളി, നടന്നു വന്നാൽ പുലിയട, മാസിട അണ്ണൻ, ക്ലാസ്സിട അണ്ണൻ എന്നൊക്കെയാണ് ഇതിനകത്തുള്ള വരികൾ. മാസും ക്ലാസ്സും ഒക്കെ ചേർന്ന് ആകെ ഒരു ഇൻകുലാബ് സിമ്പലാണ് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. സിംഹം പോലെ ഗർജനമാണ്, ചെങ്കൊടിയിൽ കൊടുമുടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അടുമുടി ഇവനൊരു അധിപതിയാണ്, തലയാണ്, 10 തലയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുവാനുള്ള വല്ലാത്ത ശ്രമം ഇത് എഴുതിയത് ഏതൊരു മഹാനാണെങ്കിലും ചെയ്യുന്നുണ്ട്. അങ്ങനെ അണ്ണൻ കിടിലമെന്ന് പറയുവാനും അണ്ണൻ കിടിലോട് കിടിലമെന്ന് പറഞ്ഞു വയ്ക്കുവാനും ഒക്കെ ശ്രമിക്കുകയാണ്. ഇടതുപക്ഷത്തൊരു പക്ഷികളുണ്ടെങ്കിൽ അതിലെ ഫീനിക്സ് പക്ഷിയാണ് പിണറായി എന്ന് പറയുവാൻ ശ്രമിക്കുകയാണ്. സ്വജനപക്ഷവാദികളിൽ വാദ്യാരെന്നും മാസ്റ്ററാണെന്നും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോ ഗാനത്തിലൂടെ. എന്നാൽ ഇദ്ദേഹം പറയുന്ന, ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാണോ എന്നുള്ളതും ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകൾ ആവശ്യമാണോ എന്നും ചിന്തിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടിയാണ്. കാരണം ഈ മെഗാ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്തപ്പോഴൊക്കെ ദൈവത്തിനോട് സമാനമാണ് എന്ന് പറഞ്ഞ് ഉപമിക്കുകയായിരുന്നു. അങ്ങനെ ദൈവമില്ല എന്നും ദൈവമെന്ന് പറയപ്പെടുന്ന മിത്താണ്, സങ്കല്പമെന്നും പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ എവിടെയാണ് ദൈവസങ്കല്പം? അങ്ങനെയാണെങ്കിൽ വ്യക്തിപൂജ നടത്തേണ്ട ഒരു പാർട്ടിയാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം? വ്യക്തികൾ എപ്പോഴാണ് ദൈവങ്ങളായി മാറുന്നത്? ദൈവങ്ങളാക്കി മാറ്റുന്നത് ആരാണ്? അങ്ങനെയാണെങ്കിൽ അന്തംകമ്മികൾക്ക് ദൈവങ്ങളുണ്ടോ, ദൈവവിശ്വാസമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചില സംശയങ്ങളുണ്ടാകില്ലേ? ആ സംശയങ്ങൾ കൂടി ഈ കമ്മ്യൂണിസ്റ്റിനോടൊപ്പം ചേർന്ന് നടക്കുന്ന അണികളെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവും ഈ നേതാക്കൾക്കുണ്ടാകണ്ടേ? പണ്ട് ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ സന്ദേശം, ചിലപ്പോൾ ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പുള്ള സന്ദേശം എന്നുള്ള സിനിമ ഇന്നും എന്തുകൊണ്ടാണ് പ്രചാരം നേടുന്നത് എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിനെ കാണുവാൻ തലയിൽ മുണ്ടിട്ട് പോകുന്ന ഈ സഖാക്കന്മാരെ അവിടെ അന്ന് കണ്ടിരുന്നു 30 വർഷങ്ങൾക്ക് മുമ്പിൽ എങ്കിൽ ഇപ്പോഴും അത്തരത്തിലുള്ള സഖാക്കൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ദൈവത്തിനെ വിളിക്കുന്ന, ദൈവത്തിനോടൊപ്പം പിണറായിയെ ഇത്തരത്തിൽ ഉപമിക്കുന്ന വാക്കുകൾ കൊണ്ട്
ഇവിടെ വലിയ മെഗാ തിരുവാതിര ഉണ്ടാക്കിയത്. അത് വലിയ വിപ്ലവം തന്നെ ഉണ്ടാക്കി, വിവാദങ്ങളുടെ വിപ്ലവമായിരുന്നു എന്ന് മാത്രം. അങ്ങനെ പിണറായി വിജയനെ പുകഴ്ത്തുവാനും പിണറായി വിജയന് വേണ്ടി പാട്ടുപാടുവാനും പിണറായി വിജയനാണ് ഏറ്റവും വലുത് എന്ന് പറയുവാനും പിണറായി വിജയൻ ഇരട്ടച്ചങ്കനാണെന്ന് പറയുവാനും ഒക്കെ ശ്രമം നടത്തുന്ന ചില ഏറാമൂളികൾ ഉണ്ട്. ആ ഏറാമൂളികൾ കാരണമാണ് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് മനുഷ്യനായി മാറാൻ കഴിയാത്തത് എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഏറാമൂളികളെല്ലാം കൂടെ ദൈവമാണ് എന്നും ഇദ്ദേഹം വലിയ പുലിയാണ് എന്നും സിംഹമാണ് എന്നും സിംഹത്തിൻ്റെ ഗർജനമാണ് എന്നും ഒക്കെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നിന്നാൽ പാവപ്പെട്ട പിണറായി വിജയൻ ഇതൊക്കെ ആയി തീരുവാനുള്ള ഒരു ശ്രമം നടത്തില്ലേ? അങ്ങനെ നടത്തുമ്പോഴല്ലേ അദ്ദേഹത്തിന് മനുഷ്യനായി ചിന്തിക്കുവാൻ പോലും കഴിയാതായി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ, മനുഷ്യനെ ഇല്ലാതാക്കുന്നതിൽ പൂർണ്ണമായ പങ്ക് വഹിച്ചിരിക്കുന്നത് ഇതുപോലെ മെഗാ തിരുവാതിര എഴുതുന്ന എഴുത്തുകാരും ഇപ്പോൾ ഇതാ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആൽബം ചെയ്യുന്ന എഴുത്തുകാരുമൊക്കെ ഇങ്ങനെ പാടി പുകഴ്ത്താൻ തുടങ്ങിയാൽ ചെയ്തു കൂട്ടിയ തിന്മകളുടെ പേരിൽ ആ തിന്മകൾ ആരായിരിക്കും എഴുതുക? സമൂഹത്തിൽ ഇങ്ങനെ ജനങ്ങൾ ഒറ്റപ്പെട്ട് വേവലാതി പൂണ്ട് വെറുപ്പോടുകൂടി നിൽക്കുന്നവരുണ്ടാകുമല്ലോ. അവർക്ക് പിണറായി വിജയനെ ആവശ്യമില്ലല്ലോ. പിണറായി വിജയനെതിരെ പറയുവാൻ നിൽക്കുന്നവരുണ്ടല്ലോ. അവരെന്ത് ഗാനമായിരിക്കും എഴുതുക? അങ്ങനെ എഴുതുവാനുള്ള കരുത്ത് ഇവിടുത്തെ ബാക്കിയുള്ളവർക്കുണ്ടോ? ഇനി അങ്ങനെ എഴുതിയാൽ തന്നെ അത് പ്രദർശിപ്പിക്കുന്നവർ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൂടി ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിണറായി വിജയൻ പുലിയാണ്, എലിയാണ്, സിംഹമാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് അദ്ദേഹം ചെയ്ത് കാണിച്ചാൽ മതി. ഒരാൾ പുലിയാകുന്നതും എലിയാകുന്നതും പൂച്ചയാകുന്നതും അല്ലെങ്കിൽ സിംഹമാകുന്നതുമൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ്. അതാരും ഇങ്ങനെ എഴുതി പാട്ടാക്കി പുകഴ്ത്തലുകളാക്കി മാറ്റേണ്ട ആവശ്യമില്ല. ആരെ സുഖിപ്പിച്ച് എന്ത് നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ മഹാവൃത്തികളാണ് കേട്ടോ. കാരണം ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യനെ ദൈവത്തിനോടൊപ്പം ഉപമിക്കുക, അതിനുശേഷം വാഴ്ത്തിപ്പാടുക, പുകഴ്ത്തിപ്പാടുക, ദൈവത്തിൻ്റെ പ്രതിരൂപമാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നത് മഹാവൃത്തികളാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിൽ ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറേണ്ടത്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയപ്പെടുന്നത്? ഒരു മനുഷ്യൻ നന്നാകുന്നതും ഒരു മനുഷ്യൻ ഏറ്റവും ഉയരത്തിലെത്തുന്നതും അവൻ്റെ മനസ്സും പ്രവൃത്തിയും കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന സഖാവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതല്ല, ജനങ്ങളെ വെറുപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ പാട്ടുകളും ഈ പുകഴ്ത്തലുകളൊന്നും അർത്ഥവത്തല്ല എന്ന് പറയേണ്ടി വരും. അതുമാത്രമല്ല, വെറുക്കുന്നു നിങ്ങളെ 100 വട്ടം എന്ന് ഓരോ മലയാളിയും ചിലപ്പോൾ പറഞ്ഞു പോകും.